പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദൈവം ഒരു കുടുംബത്തിന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് എപ്രകാരമാണ് അവരുടെ വലിയൊരു ആഗ്രഹം എപ്രകാരമാണ് സാധിച്ചു കൊടുത്തതെന്ന് നമുക്ക് ശ്രദ്ധിച്ച ശേഷം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ കാഞ്ഞിരപ്പള്ളി, ചേനപ്പാടി, താരകനാട്ടുകുന്നുപള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോളെ ഞാൻ ഉടുപ്പിയിലെ നേഴ്സിങ്ങിന് കൊണ്ടാക്കി. അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞ് കൊച്ചിൻ്റെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തപ്പം കൊച്ചിൻ്റെ പ്ലേറ്റ്ലേറ്റ് 40,000 ഉള്ളൂ. അതിനുശേഷം ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ നിന്ന് പറഞ്ഞു വില്ലുവേഴ്സിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ മരുന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്തെങ്കിൽ അതെന്ത് രോഗമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇപ്പോൾ പ്രാർത്ഥിച്ചു. അവസാനം കാഞ്ഞിരപ്പള്ളിയിലെ സാംസൺ അച്ഛൻ കാഞ്ഞിരപ്പള്ളി വന്നപ്പം അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ച് വിവരം പറഞ്ഞ് അച്ഛനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവിടെ അച്ഛൻ വരുന്നത് കേട്ടപ്പോൾ അച്ഛൻ സാംസൺ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു കൊച്ചിൻ്റെ പ്ലേറ്റ്ലേറ്റ് ഉയർന്നു വരും എന്നൊരു വാക്ക് എനിക്ക് താ. അപ്പോൾ അച്ഛൻ പറഞ്ഞു സമാധാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം കൊച്ച് അവിടെ നിന്ന് വിളിച്ചു, കൊച്ചിൻ്റെ മൂക്കിൽ കൂടെയും വായിക്കൂടെയും ബ്ലഡ് വരുന്നു. ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേച്ച് ഞങ്ങൾ ഉടനെ അമൃതയിലേക്ക് പോന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറോട് വിവരം പറഞ്ഞു. ഡോക്ടർ എല്ലാം നോക്കിക്കഴിഞ്ഞും പറഞ്ഞു കൊച്ചിനെ അഡ്മിറ്റ് ആക്കണം, ബ്ലഡ് കയറ്റണം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ആ മിനിറ്റ് അതുവരെ കൊച്ചിന് 60,000 ഉള്ളായിരുന്നു. അവിടെ ഉടുപ്പി മംഗലാപുരത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴും കൊച്ചിന് 60,000 ഉള്ളായിരുന്നു. ഇവിടെ വന്ന് ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അമൃതയെന്ന്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 2.25 ലക്ഷത്തിന് മുകളിലാക്കി ദൈവം തന്നെ അനുഗ്രഹിച്ചു. കർത്താവ് ഒരു വലിയൊരു മിറക്കൾ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ അല്ലേ? നല്ല ഒരു കുഴപ്പമില്ലാതെ വിധം അത് കയറി പോന്നു. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ
സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ പല വിധത്തിൽ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ഇങ്ങനെ ഒത്തിരിയേറെ വേദനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഈ രാത്രിയിൽ സന്ദർശിക്കുന്ന സമയമാണ് അഭിഷേകാഗ്നി. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഏത് ദേശത്തും രാജ്യത്തും ഇരുന്ന് ശുശ്രൂഷ കൂടുന്നോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി പിടിക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കുക. ഉച്ചത്തിൽ വിളിക്കുന്നു, പോരാ, ശക്തിയോടെ. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. കരമടിച്ച് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, അഭിഷേകം. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരങ്ങളടിച്ച് പാടാം. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ താഴ്ത്തി ഇരു സൈഡിലേക്ക് കരങ്ങളടിച്ച് എല്ലാവരും പാടി ആരാധിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന് അത്ഭുത ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, രോഗികളിൽ വ്യാപരിക്കട്ടെ. പൈശാചിക പീഡകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് സകല മക്കളെയും വിടുവിക്കട്ടെ. അത്ഭുത ഡെലിവറൻസ്, അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ കരമടിച്ച് അഭിഷേകമായി നിറഞ്ഞിടട്ടെ. പാടാം. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. കരമടിച്ച് സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. കരമുയർത്തിയടിച്ച് താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ കരമുയർത്തിയടിച്ച് ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ വീശി ഞങ്ങളിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ ബന്ധന കെട്ടുകളും അഴിയട്ടെ, എല്ലാ പൈശാചികളും വിട്ടുമാറി പോകട്ടെ. കുടുംബങ്ങളിലേക്ക് ദൈവ ശക്തി ഇറങ്ങട്ടെ. മദ്യപാനം അതുപോലെ പല ദുശീലങ്ങൾ അടിപെട്ടിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, മക്കളില്ലാത്തവർ, സകല കുടുംബങ്ങളിലേക്കും ദൈവ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാരങ്ങളും പീഡകൾ വിട്ടുമാറി പോകട്ടെ, സാത്താൻ ശക്തി വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ, പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ഈശോയേ, യേശുവേ, തൊട്ടനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു. ജീസസ്. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങൾ നിറയട്ടെ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ തന്നെ ഞങ്ങളുടെ 5 നിയോഗങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ അവസാനം നടക്കുന്ന ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കും.
ഞങ്ങൾക്കത് സാക്ഷ്യമായി ഈ ശുശ്രൂഷയിൽ തന്നെ പറയാൻ തക്ക വിധത്തിൽ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശാന്തമായി എവിടെയെങ്കിലും കസാരയിലേക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് സമയം വചനം കേൾക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ അഭിഷേകാഗ്നിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയം പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു സംഭവം ഇതാണ്: അഗ്നി പരീക്ഷകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പല വിധത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും, ചിലർക്ക് തകർച്ചകളുണ്ടാകും. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് കർത്താവിനെ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ പലപ്പോഴും ഞെരുങ്ങിപ്പോവും, ഒന്നും ഇടമല്ല തിരിയാൻ പറ്റാതെ പോകും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ സമയത്താണ് നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടത്. സംഗീത പുസ്തകത്തിൽ 27-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം: ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ദൈവജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, കുടുംബത്തിൽ പ്രശ്നം, സാമ്പത്തിക ക്ലേശങ്ങൾ, മദ്യപാനം, അതുപോലെ ഇന്ന് വലിയൊരു അഗ്നി പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ മക്കളെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകളാണ്. അവർ വിവാഹപ്രായമായി കല്യാണം നടക്കുന്നില്ല, അതുപോലെ അവരുടെ ജീവിതത്തിൽ പലവിധ പഠനം, ജോലി, കുറേ ആളുകൾ ഈ ദേശത്ത് ജോലിയില്ലാതെ ഏതെങ്കിലും രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി നമുക്ക് പേര് പോലും അറിയാത്ത രാജ്യങ്ങളിലേക്ക് കയറിപ്പോവുകയാണ്. കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ നമ്മൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ ഭവനങ്ങളിൽ ആരുമില്ല, ജോലി തേടി അലയുകയാണ്. അങ്ങനെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഒരു വിഷമം, കല്യാണ തടസ്സങ്ങൾ, വീടില്ലാത്ത അവസ്ഥ, ഇങ്ങനെ പല വിധ, അതുപോലെ പല മാരക രോഗങ്ങൾ, രോഗത്തിൻ്റെ എണ്ണം പെരുകിയിരിക്കുകയാണ്. ഏതാണ് രോഗം, എന്താണ് രോഗം എന്നറിയില്ല, പെട്ടെന്ന് മരിക്കുന്ന ഒരവസ്ഥ, മരണസംഖ്യ കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സമയത്ത് ഈ ഞെരുക്കങ്ങളും അഗ്നി പരീക്ഷണങ്ങളും നമ്മളെ നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറയും, നീ ക്ലേശകാലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക, നിന്നെ ഉയർന്ന പാറയിൽ നിർത്തും കർത്താവ്. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, ദൈവത്തിൻ്റെ ശക്തമായൊരു കരം നമ്മുടെ മുകളിലുണ്ട്. നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ മേലുണ്ട്. ആ കരത്തിന് കീഴിൽ നീ നിൽക്കുക, താഴ്മയോടെ നിൽക്കണം. അഹങ്കാരം വെടിഞ്ഞ് നമ്മുടെ ബുദ്ധി, ശക്തി, കഴിവ്, പണം, ആരോഗ്യം ഇതൊന്നും കർത്താവിന് വേണ്ട, മറിച്ച് എളിമപ്പെട്ട് അവൻ്റെ സന്നിധിയിൽ നിൽക്കുക. എന്നിട്ട് ആ കരത്തിൻ്റെ കീഴിൽ നിന്നിട്ട് നിൻ്റെ ഉത്കണ്ഠകൾ, ആകുലതകൾ, ആവശ്യങ്ങൾ, പ്രാരാബ്ദങ്ങൾ, ഇപ്പോൾ കടന്നു പോകുന്ന ഞെരുക്കങ്ങൾ, അഗ്നി പരീക്ഷണങ്ങൾ, ഇതെല്ലാം കർത്താവിന് കൊടുക്കുക. ചിലപ്പോൾ ഒരു ഉത്തരം നമുക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് എന്ത് ചെയ്യണം? ആ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഉത്കണ്ഠപ്പെടാതെ പ്രാർത്ഥിക്കണം. സംഗീതത്തിന് പറയുന്നത് ഇങ്ങനെയാണ്, 107-ൽ 19-ാമത്തെ തിരുലിഖിതം: അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വിഷയം ഇതാണ്: നിങ്ങൾ അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിന്ന് പ്രാർത്ഥിക്കാൻ നീ ദൈവജനത്തോട് പറയുക. ഞാൻ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും, അവിടെ രോഗികളെ ഞാൻ സുഖപ്പെടുത്തും, അവരുടെ കുടുംബങ്ങളിൽ തടസ്സങ്ങൾ മാറും, വിവാഹ തടസ്സം മാറും, മക്കൾ ജനിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വെറുതെ വെള്ളത്തിൽ വരച്ച വരയല്ല, അത് അൾട്ടിമേറ്റായിട്ട് സത്യമാണ്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനും നാഥനുമായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈശോ കാണുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കും, എങ്ങനെയാവും. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു ആനന്ദം, പുറമേ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷം. ഇപ്പോൾ ചിലരെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് ആസ്വദിച്ച് വർത്തമാനം പറയും. പക്ഷെ അവർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ ശക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ മദർ തെരേസയെ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഇഷ്ടമാണ്. മദർ തെരേസയുടെ ജീവിതം വായിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് മദർ തെരേസ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പാവങ്ങളെ നോക്കുന്നു. അതുപോലെ ഒത്തിരിയേറെ ആളുകൾക്ക് അമ്മയായിരുന്നു, സ്നേഹത്തിൻ്റെ അമ്മ. പക്ഷേ മദർ തെരേസയ്ക്ക് സങ്കടമാണ്. മദർ തെരേസയെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതായത് അഗ്നി പരീക്ഷയിലൂടെ കടന്നുപോയൊരു സമയമുണ്ടായിരുന്നു മദർ തെരേസയ്ക്ക്. 1910 മക്കതോനിയിൽ ജനിച്ചു. 8-9 വയസ്സുള്ളപ്പോൾ ആ പിതാവ് മരിച്ചു. പിന്നീട് അമ്മയുടെ ഒപ്പം ജീവിക്കുന്നു. 12-ാമത്തെ വയസ്സായപ്പോൾ മദർ തെരേസയ്ക്ക് അല്ലെങ്കിൽ തെരേസയ്ക്ക് ഉള്ളിലൊരു വിളി കിട്ടുകയാണ്. കർത്താവ് തന്നെ സന്യാസത്തിലേക്ക് വിളിക്കുന്നു. അങ്ങനെ അതിനെ വെച്ച് പ്രാർത്ഥിച്ച് 18-ാമത്തെ വയസ്സിൽ സന്യാസഭയിൽ ചേരും. അങ്ങനെ സന്യാസഭയിൽ ചേർന്ന് കൽക്കട്ടയിലെത്തും. അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാർജിലിംഗിലേക്കൊരു ആനുവൽ റിട്രീറ്റിന് വേണ്ടി പോവുകയാണ്, വാർഷിക ധ്യാനത്തിന് വേണ്ടി പോവുകയാണ്. ആ യാത്രയിൽ മദർ തെരേസയ്ക്ക് വിളിക്കുള്ളിലെ ഒരു വിളി തിരിച്ചറിയുകയാണ്. എൻ്റെ വിളി, കർത്താവ് വേറൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. നീ കൽക്കട്ടയിലെ തെരുവിലേക്ക് ഇറങ്ങി പാവങ്ങൾക്ക് വേണ്ടി അവരുടെ അമ്മയാകുക. അങ്ങനെ ആ മനസ്സിൽ വെച്ച് അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയെ കണ്ട് മാർപ്പാപ്പയിൽ നിന്ന് അംഗീകാരം വാങ്ങിച്ച് ആ അമ്മ വീണ്ടും കൽക്കട്ടയിൽ തിരിച്ചു വരുമ്പോൾ കയ്യിൽ 5 രൂപ മാത്രം. 1948 ഡിസംബറിലാണ് 5 രൂപയും കൊണ്ട് ഇറങ്ങുന്നത്. അതിനുശേഷം 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭ തുടങ്ങുമ്പോൾ വെറും 12 അംഗങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ മദർ മരിക്കുമ്പോൾ 4000 അംഗങ്ങളുണ്ട്. അങ്ങനെ ഏതാണ്ട് ഈ 125 രാജ്യങ്ങളിൽ സഭ പടർന്ന് പന്തലിച്ചു. 50 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, 50 വർഷങ്ങളായിട്ട് ഈ അമ്മ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി അങ്ങനെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 50 വർഷങ്ങളിലും ഈ അമ്മയ്ക്ക് സ്പിരിച്വലായിട്ട് ഒരു സ്പിരിച്വൽ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ സന്തോഷമില്ല. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോകും, പള്ളിയിലേക്കും വിസ്ബാനം അർപ്പിക്കും, ദീപികാരണത്തിന് മുമ്പിലിരിക്കും, അവിടെ നിന്നും ഒരു സന്തോഷമോ ഒരു ദൈവാനുഭവമോ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്പിരിച്വൽ ഡ്രൈനെസ് അനുഭവിക്കുകയാണ്. സന്തോഷം തോന്നുന്നില്ല. ഇടയ്ക്ക് എപ്പോഴോ ഒരു വിശുദ്ധ കുർബാനയിൽ എന്തോ ചെറിയൊരു അനുഭവം അല്ലാതെ വേറൊന്നുമില്ല. ആമ ചിന്തിക്കുകയാണ്, ഞാനിതെല്ലാം ചെയ്ത് കൂട്ടി, എന്തിനത് ചെയ്യുന്നു, എന്തിന് ഞാൻ ചെയ്യുന്നു, എനിക്കൊരു സന്തോഷം ഉള്ളിൽ കിട്ടുന്നില്ല. ഏതാണ്ട് 50 വർഷത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനിടയ്ക്ക് ഈ ദൈവത്തിൻ്റെ ദൈവികമായിട്ട് ഒരു അനുഭവമോ ഒരു ദൈവ അനുഭവമോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല, ഒരു സന്തോഷ സമാധാനം ഉള്ളിലില്ല. അപ്പോഴൊക്കെ ഈ അമ്മയ്ക്ക് നോബൽ സമ്മാനം കിട്ടുന്നു, പലരും ആദരിക്കുന്നു, വലിയ വേദികളിലേക്ക് വിളിച്ച് പൊന്നാട അണിയിക്കുന്നു, അങ്ങനെ അവാർഡുകളും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു ആത്മീയമായിട്ടൊരു ആനന്ദം കിട്ടുന്നില്ല, ഒരു സന്തോഷമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കാര്യം ഞാൻ വായിച്ചപ്പോൾ ഇന്ന് നമ്മുടെ ഈ വചനം കേൾക്കുന്ന ചിലരെല്ലാം അനുഭവം ഇതാണ്. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, ശുശ്രൂഷ പങ്കുചേരുന്നു, അവിടെ പോയ അനുഗ്രഹം കിട്ടും, ഇവിടെ പോയ അനുഗ്രഹം കിട്ടും. അങ്ങനെ സെൻറ്ററുകൾ, വൈദികർ, പ്രാർത്ഥനകൾ ഇതെല്ലാം നടത്തിയിട്ടും നമ്മുടെ ജീവിതത്തിൽ സങ്കടം മാറുന്നില്ല, ദുരിതം മാറുന്നില്ല, ദുഃഖം മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാവും. പ്രാർത്ഥിച്ച് മടുത്തു പോയവർ. കാരണം എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആളുകളെ കണ്ടിട്ടും ഒരു പ്രയോജനമില്ല. അനേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ എന്താ കർത്താവ് പ്രവർത്തിക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ വളർത്തുമ്പോൾ നമുക്ക് ഞെരുക്കങ്ങൾ തരും, സങ്കടങ്ങൾ തരും, രോഗങ്ങൾ തരും, അഗ്നി പരീക്ഷകളുണ്ടാകും. അപ്പോഴൊക്കെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോട് നിന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കും. ചിലർ പറയല്ലേ, ഞാൻ ഇത്ര വർഷം പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി. എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് വേണ്ടി എത്ര വർഷം പ്രാർത്ഥിച്ചു, എന്താ അച്ഛൻ എനിക്ക് തരാത്തത്? എന്നെ എന്തിനാ കർത്താവ് അങ്ങനെ പരീക്ഷിക്കുന്നത്? വാടക വീട്ടിൽ കിടന്നിട്ട് ഒരു വീടിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ കിട്ടാത്തത്? ഇനി ഒരു സ്ഥലം നോക്കി മേടിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ദൈവം എന്താ കാണാത്തത്? അഗ്നി പരീക്ഷകൾ, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ ഓരോ മനുഷ്യർക്കും ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴൊക്കെ നാം എളിമപ്പെട്ട് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ നിൽക്കണം എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. യേശയ്യാപ്രവചനത്തിൽ 25-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, യേശയ്യാപ്രവചനം 25:8, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 25:8, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം കർത്താവ് അക്സെപ്റ്റ് ചെയ്ത് പറയുകയാണ്, അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീരും വേദനയും ഞെരുക്കങ്ങളും എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എടുത്തു മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തുകൊണ്ട് ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് നമ്മൾ വിട്ടുവയ്ക്കുന്നില്ല? നീണ്ട 50 വർഷം അനേക ചാരിറ്റി പ്രവർത്തികളും അനേകർ മതത്തെ ഇങ്ങനെ പുകഴ്ത്തി എല്ലാവരും ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഉള്ളിൽ ഒരു ഞെരിപ്പോടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് ഒരു സന്തോഷം സമാധാനം നൽകുന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എനിക്ക് സമാധാനം. അഗ്നി പരീക്ഷകൾ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോയാലോ എന്ന് ചിന്തിച്ചൊരു സമയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ നോക്ക്, ദൈവം ആ അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഇത്ര ഈ ഡ്രൈനസിലൂടെ കടന്നു പോകുമ്പോഴും ആ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്ന് അണിവിട മാറാൻ ആ അമ്മ തയ്യാറായില്ല. ഇന്ന് സഭയിലെ ഒരു വിശുദ്ധയാണ്. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതാണ്ട് എത്രയോ 4000-ഓളം സന്യാസികൾ ആ അമ്മയുടെ കോൺഗ്രിഗേഷനിലുണ്ട്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുരിതങ്ങൾ, അഗ്നി പരീക്ഷണങ്ങൾ, അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴൊന്നും പരാതി കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, അവിടെ എളിമപ്പെട്ട് നിൽക്കണം. അവിടെയാണ് വിജയം. നിങ്ങൾ അഭിഷേകാഗ്നി കൂടുന്നവരാണ് പലരും. ഇതെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവജനത്തിന് ചിലപ്പോൾ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. എന്തേ കർത്താവ് അനുഗ്രഹിക്കാത്തത്? ഈ പരീക്ഷണങ്ങളും ദുരിതങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. അങ്ങനെ വേദനിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ അഗ്നി പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് അതിലൊന്നേ പറയാനുള്ളൂ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ അലച്ചിലുകളും നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും അറിയുന്ന ദൈവമാണ്. അവിടെ ശാന്തമായി നിൽക്കുക. സംഗീത പുസ്തകത്തിൽ 56-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, സാംസ് 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. കണ്ടോ? അപ്പം നമ്മൾ പറയൽ, ചിലർ പരാതി പറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലർ പറയുന്ന പരാതി, എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എന്നെ അറിയുന്നില്ല. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടത്തേക്ക് അറിയാം, ഈശോയ്ക്ക് അറിയാം നിങ്ങളുടെ അലച്ചിലുകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ വേദനകൾ. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന കയ്പേറിയ ആ ഒരു കയ്പ്, ഇപ്പോൾ നിങ്ങൾ കുടിച്ചിറക്കുന്ന കയ്പ് പാനീയം എന്താണെന്ന് കർത്താവിന് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാണ് നിങ്ങൾ ദൈവമെങ്കിൽ കർത്താവിന് രക്ഷിക്കാൻ കഴിയും. കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കും. റോമാക്കാർക്കുടെ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാമത്തെ തിരുലിഖിതം, റോമർ ചാപ്റ്റർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട. നിങ്ങൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക. ഇത് കർത്താവ് തരുന്ന സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് പല വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. അഗ്നി പരീക്ഷയിലൂടെ കടന്നു പോകുന്നു, അഗ്നിയിലൂടെ ചവിട്ടി നടക്കുന്നവരുണ്ട്. ഭയം വേണ്ട, ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട, എന്താകുമെന്ന് ചിന്തിക്കേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ,
കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. കർത്താവ് ചെയ്യും. ദൈവം പ്രവർത്തിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ഇതാണ് എൻ്റെ ഞെരുക്കം, ഇതാണ് എൻ്റെ പരീക്ഷണം. ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്, പള്ളിയിൽ പോലും പോക്ക് പോലും നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് നിങ്ങൾ ദൈവത്തിലേക്ക് വാ. നല്ലൊരു അനുതാപത്തോടെ ഒന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് സന്നിധിയിൽ ഒന്ന് ഏറ്റുപറയില്ല. ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 6-ാമത്തെ ലിഖിതം, ഹീബ്രു ചാപ്റ്റർ 13:6. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അതിനാൽ നിങ്ങൾ ആത്മധൈര്യത്തോടെ പറഞ്ഞോ. നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. പലരും പറയും, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തായി, എന്ത് കിട്ടി? അപ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യത്തോടെ പറയാൻ പറ്റണം, കർത്താവാണ് എൻ്റെ ദൈവം, എൻ്റെ സഹായകൻ അവിടുന്നാണ്, ഞാൻ ഭയപ്പെടുകയില്ല. ഇപ്പോഴുള്ള പ്രതിസന്ധികളും ഇപ്പോഴുള്ള തകർച്ചകളിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ കർത്താവിന് എന്നെ പിടിച്ചുയർത്താൻ കഴിയും. കാരണം ഞാൻ കർത്താവിൻ്റെ കാര്യത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ആത്മധൈര്യത്തോടെ പറയണം, ആത്മധൈര്യത്തോടെ പറയണം, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്നവരെയും ഇത് തുടർന്ന് യൂട്യൂബിൽ നിന്ന് എടുത്ത് കേൾക്കുന്നവരെയും ധാരാളം അനുഗ്രഹം കർത്താവ് ചൊരിയട്ടെ. അങ്ങനെ വിശ്വാസത്തോടെ എൻ്റെ സഹായനായ കർത്താവ് എൻ്റെ ഒപ്പമുണ്ട് എന്ന് ഓരോ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെല്ലാം ഈശോ അറിയുന്നു. എളിമപ്പെട്ട് അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് തക്ക സമയത്ത് അവരെ ഉയർത്തും എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു. എല്ലാ കണ്ണുനീരും ഒപ്പുന്ന സമയമാണിപ്പോൾ. വിശ്വസിക്കണം, നമ്മുടെ മധ്യത്തിൽ ദിവ്യകാരുണ്യത്തിൽ കർത്താവിന് സാന്നിധ്യമുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട്. കർത്താവേ, എന്നെ അറിയുന്ന ദൈവമേ, ഈ നിമിഷം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം, എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കാം, വേദനകൾ സമർപ്പിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരം ഉയർത്തി സങ്കടങ്ങൾ മാറട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കണ്ണുനീരൊപ്പട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ഹൃദയത്തിന്റെ ഭാരങ്ങൾ നീങ്ങട്ടെ, ബാലികാ ബാലവർ അനുഗ്രഹിക്കട്ടെ, യുവതിവാക്യമാർ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കർത്താവിനെ കുറിച്ച് എന്റെ കോട്ടയും നീ മാത്രമേ, എന്റെ